പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിശുദ്ധമുള്ള നാമം ഈ സന്ധ്യയെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. റാന്നി CM ഒരുക്കുന്ന ഈ ഫേസ്ബുക്ക് ലൈവിൽ കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം അനുവദിച്ച് നൽകിയ ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ച പാസ്റ്റർ രാജേഷ്, അതോടൊപ്പം തന്നെ ബ്രദർ ജോയൽ, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് റാന്നി CMൻ്റെ അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ യുവജന പ്രവർത്തനങ്ങളുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവവചനത്തിനായി അല്പനിമിഷം നമുക്ക് കാതോർക്കാം. ഈ വൈകിവേളയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവാത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിൽ എൻ്റെ ഹൃദയം പരതിക്കൊണ്ടിരുന്നു. വിവിധ നിലകളിൽ ദൈവത്തോട് യാചിച്ചുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിതമായത് ഹന്നയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അതിനനുബന്ധമായി ഒരു വചനഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് കുറിവാക്യമായി വന്നത് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം, ഫസ്റ്റ് ക്രോണിക്കിൾസ് 29-ാം അധ്യായം, ചാപ്റ്റർ 29 വേഴ്സ് 14, 14-ാം വാക്യം. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ, എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ദാവീദ് രാജാവ് ഒരാലയം പണിയുവാൻ വേണ്ടിയുള്ള ദൈവികമായ ആ നിയോഗം, ദൈവത്തിൻ്റെ ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിൽ നിന്ന് ആ പ്ലാൻ കൈപ്പറ്റിയപ്പോൾ ജനം ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയുവാൻ, ഒരാലയത്തിന് വേണ്ടിയുള്ള താല്പര്യത്തിൽ ജനം എങ്ങനെ അവരുടെ ഹൃദയം സമർപ്പിക്കും, അവരുടെ ജീവിതം സമർപ്പിക്കും, അവർക്കുള്ളത് സമർപ്പിക്കുമെന്നറിയുവാൻ രാജാവ് ഒരു അന്വേഷണ മനസ്കതയോടുകൂടെ അതിലേക്ക് ചുവട് വെച്ചപ്പോൾ ജനം വളരെ എണ്ണമറ്റ നിലയിൽ ധാരാളം സാധനങ്ങൾ, വസ്തുക്കൾ ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഈ കാഴ്ച കണ്ട് അമ്പരന്നു പോയ, ഈ കാഴ്ച കണ്ട് വിസ്മയഭരിതനായ ദാവീദ് രാജാവ് പറയുന്ന വാക്കുകളാണിത്. എന്താണ് ഇവിടെ പറയുന്നത്? എന്നാൽ ഞങ്ങൾ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ, ഒരു ദാനം ചെയ്യേണ്ടതിന് ഞങ്ങൾ പ്രാപ്തരാകുവാൻ ഞാൻ ആർ, എൻ്റെ ജനവും എന്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ദാവീദ് രാജാവ് പറയുകയാണ്, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. വേദപുസ്തക യാഥാർത്ഥ്യം സാർവലൗകികമായി ദൈവവുമായി ബന്ധപ്പെടുന്ന യഥാർത്ഥമായ ആത്മീകതയിലൂടെ ദൈവവുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മനസ്സിലാകേണ്ട, ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു മഹത്തായ യാഥാർത്ഥ്യം ഇതാണ്. എല്ലാം ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നതെന്നും ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി ദൈവത്തിന് തിരികെ നൽകുക എന്നുള്ളതിനപ്പുറം നമ്മൾ അശക്തരാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ മനസ്സിന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിജയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്നാൽ വ്യക്തിപരമായി ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇവിടെ ഒരു ആലയം പണിയുവാനുള്ള ഒരു വലിയ നീഡാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വ്യക്തിപരമായി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ഹൗ വി ക്യാൻ ഓവർകം ദ സിറ്റുവേഷൻ. ആ പശ്ചാത്തലത്തെ, ആ സാഹചര്യത്തെ, ആ അവസ്ഥയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും, അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഹന്നയുടെ ജീവിതം ഓടി വരുവാനിടയായിത്തീർന്നത്. അതാണ് ഞാൻ ഈ വചനത്തിന് ഒരു അടിസ്ഥാന ഉദാഹരണമായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വായിച്ച കുറിവാക്യം മറക്കരുത്. ദൈവമേ, ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യുവാൻ ഞങ്ങൾ ആരാണ്? എൻ്റെ ജനവും എന്തുള്ളൂ? ഞാൻ ആരാണ്? എൻ്റെ ജനവും എന്തുള്ളൂ? എല്ലാം നിങ്കിൽ നിന്നാണ് വരുന്നത്, നിങ്കിൽ നിന്ന് വരുന്നത് വാങ്ങി തിരികെ തരുന്നു. ഈ ഒരു സമീപനമാണോ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ
ജീവിത വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിൽ, നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങളുള്ള ബന്ധത്തിൽ, നമ്മുടെ സഭയിലെ ആവശ്യങ്ങളുള്ള ബന്ധത്തിൽ, യുവജന പ്രവർത്തനങ്ങളോടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ചുവടുവയ്പ്പുകളിൽ നമ്മൾ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് കർത്താവിങ്കിലേക്ക് തിരികെ ഏൽപ്പിക്കുന്ന ഒരു അപ്രോച്ച്, ഒരു സമീപനമാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ ഇന്ന് ഈ വചനചിന്ത നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആശിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിലാണ് നമുക്ക് ഹന്നയുടെ ജീവിതത്തിന്റെ ആ ചരിത്രം വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, എൽക്കാന എന്ന പേരുള്ള ഒരു പുരുഷൻ എഫ്രൈം ദേശത്ത് എഫ്രൈമിനായ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകനായിരുന്നു എന്നാണ് 1-ാം വാക്യത്തിൽ കാണുന്നത്. ഇദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന എന്നും പേർ. നമുക്ക് ചരിത്ര പശ്ചാത്തലം അറിയാം. പെനിനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ ഈ മക്കളില്ലാതിരുന്ന കാരണത്തെക്കുറിച്ച്, എന്തുകൊണ്ട് അവൾക്ക് മക്കളില്ലാതിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു വാക്യമുണ്ട്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. 5-ാം വാക്യം, 1 ശമൂവേൽ 1-ന്റെ 5-ാം വാക്യം. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ദുഃഖിപ്പിക്കുവാൻ തക്കവണ്ണം മുഷിപ്പിക്കുന്ന ഒരു പ്രതിയോഗി, വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം, ദുഃഖിപ്പിക്കാൻ തക്കവണ്ണം, വിഷമിപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മെ ഭാരപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പ്രതിയോഗി, ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യം, ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യം. ഓർക്കണം, ഈ പെനിനെ തള്ളിക്കളയാനോ ഈ എൽക്കാനെ ഇട്ടേച്ചു പോകാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഹന്ന നിൽക്കുന്നത്. കാരണം അന്നത്തെ പശ്ചാത്തലം അനുസരിച്ച് ഈ വലിയ പ്രശ്നം, ഈ വലിയ പ്രതിസന്ധി അവിടെ നിന്ന് ഓടി ഒളിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. എൽക്കാന അവളുടെ ഭർത്താവാണ്, പെനിന അവളോടൊപ്പം ആ ഭവനത്തിലുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ അവൾക്ക് പറ്റുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഈ പ്രതിസന്ധിക്ക് കാരണമാരാണ്? ഈ പ്രതിസന്ധിക്ക് കാരണമാരാണ്? മറ്റാരുമല്ല, ഈ പ്രശ്നത്തിന് കാരണം യഹോവയാണെന്ന് നമ്മൾ കാണുന്നു. ദൈവം പ്രശ്നം സൃഷ്ടിക്കുമോ? ദൈവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നം മാറ്റുന്നവനല്ലേ ദൈവം? പ്രശ്നം ഉണ്ടാക്കുന്നവനാണോ ദൈവം? എന്നാൽ വേദപുസ്തക ചരിത്രത്തിൽ ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവം അവരുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ഇതിനെ ഒരു പൊതു തത്വമായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ലെങ്കിലും വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം, ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവിക മറുപടികൾ വൈകുന്നതിൻ്റെ പിന്നിൽ ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവിക മറുപടികൾ വൈകുന്നതിന് പിന്നിൽ ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. മേൽത്തരമായ ദൈവിക മറുപടികൾക്കെല്ലാം മേൽത്തരമായ ദൈവിക സമയങ്ങളുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, മേൽത്തരമായ ദൈവിക ഉദ്ദേശങ്ങൾക്കെല്ലാം ഉത്തമമായ ദൈവിക സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ വരെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ ദൈവപ്രവൃത്തിയെ കരഗതമാക്കുവാൻ കഴിയുള്ളൂ, ദൈവപ്രവൃത്തി ഏറ്റെടുക്കുവാൻ കഴിയുള്ളൂ. ഏത് പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ആത്മീയ ശുശ്രൂഷകളാകട്ടെ, ഭവനത്തിലെ ജീവിതമാകട്ടെ, ചുറ്റുപാടുകളുള്ള ബന്ധമാകട്ടെ, യുവജനങ്ങൾ ആയിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലാകട്ടെ, ഏത് ജീവിത ആവശ്യങ്ങളുടെ നടുവിലും, ഏത് ജീവിത വിഷയങ്ങളുടെ നടുവിലും ദൈവിക ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം. ഇതിന്റെ പിന്നിൽ, ഈ പ്രതിസന്ധിക്ക് പിന്നിൽ, അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ മാത്രമല്ല, ഇന്നത്തെ ദൂതിന്റെ ഒരു പ്രധാന ചിന്ത, അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ മാത്രം ദൈവമെന്നല്ല, ചില വൈകിപ്പിക്കലുകളുടെ പിന്നിൽ, ചില താമസങ്ങളുടെ പിന്നിൽ, ചില മറുപടികൾ ലഭിക്കാതെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളുടെ പിന്നിൽ ദൈവിക ഇടപെടലുകളുണ്ട്. ഹന്നയുടെ ജീവിതം അതിന് ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഇതേ സമാനമായ ഒരു പശ്ചാത്തലം ലൂക്കോസിന്റെ സുവിശേഷം 1-2 അധ്യായങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സെക്കറിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും അവർ എല്ലാ നിലയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായിരുന്നു. എന്നാൽ എലിസബത്തിന്റെ ജീവിതത്തിൽ അവൾ മച്ചിയായിരുന്നു. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക്, ഒരു കുടുംബ പ്രതീക്ഷകളോടെ, ആ വലിയ വലിയ ആഗ്രഹങ്ങളോടെ
പ്രവേശിച്ചിരിക്കുന്ന ജീവിത മണ്ഡലത്തിൽ പല വിഷയങ്ങൾക്ക് മറുപടികൾ ലഭിക്കാതെ വരുമ്പോൾ നിരാശയിലേക്ക് പോകുവാനല്ല, വിഷമിപ്പിക്കത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടാകാം. അവിടെ സമചിത്തത നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവത്തിലേക്ക് പോകുന്നതിന് പകരം ദൈവിക ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ വിജയകരമായി മറുപടിയിലേക്ക് എത്തുവാൻ കഴിയും, ശ്രേഷ്ഠകരമായ മറുപടിയിലേക്ക് എത്തുവാൻ കഴിയും, ഉത്തമമായ മറുപടിയിലേക്ക് എത്തുവാൻ കഴിയുമെന്ന് വേദപുസ്തകത്തിലെ ഒന്നിലധികം സംഭവങ്ങൾ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇവൾ വളരെ മുഷിപ്പിക്കപ്പെടുകയാണ്, വല്ലാത്ത വേദനയിലേക്ക് തള്ളിവിടപ്പെടുകയാണ്. എന്തുകൊണ്ട്? യഹോവ അവളുടെ ഗർഭം അടച്ചതുകൊണ്ട്. പ്രിയരെ, എല്ലാ പ്രതിസന്ധികൾക്കും കാരണം പിശാചാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഒരിക്കലും നമ്മൾ പിശാചിനെ മാത്രം ബ്ലെയിം ചെയ്യുവാനുള്ള ഒരു മനസ്ഥിതിയുമായി ഇരിക്കരുത്. ചില വിഷയങ്ങൾ വൈകുന്നതും ചില മറുപടികൾക്ക് താമസം ഉണ്ടാകുന്നതും തീർച്ചയായിട്ടും ദൈവിക ഉദ്ദേശം തന്നെയാണ് എന്ന് എനിക്ക് ഇവിടെ നിന്ന് ദൈവമക്കളോട് ഓർപ്പിക്കുവാനുണ്ട്. സമയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പറയുവാനുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ബന്ധപ്പെടുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇവൾ എല്ലാ സമയം ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. എങ്ങനെ? അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ഈ പെനിന്ന ഹന്നയെ മുഷിപ്പിക്കുന്നു. ഒരു പബ്ലിക്കിലേക്ക് വരേണ്ട, ഒരു പൊതു സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു സന്തോഷകരമായ, നമുക്കറിയാമല്ലോ, ഒരു യാത്രയാണ് യഹോവയുടെ ആലയത്തിലേക്ക്, ശീലോവിലേക്ക് പോവുക എന്ന് പറയുന്നത്. സ്വന്തം ഭവനം വിട്ട് ഒരു എക്സ്പോഷർ, ഒരു പുറത്തേക്കുള്ള ഒരു യാത്ര, ഒരു ഗമനം, ഒരു എന്താ പറയുന്നത്, ഒരു ഭവനത്തിനകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒന്ന് സന്തോഷിക്കുവാൻ വേണ്ടി, ഒന്ന് ഫ്രീ ആകുവാൻ വേണ്ടി, ഒന്ന് സ്വതന്ത്രമാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ഒരു പൊതു കാര്യമുണ്ട്, അവിടേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ യഹോവയുടെ ആലയത്തിലേക്ക് അവൾ പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും പെനിന്ന അവളെ ബുദ്ധിമുട്ടിച്ചു എന്ന് അതിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ആത്മീക വിഷയങ്ങളുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ, അല്ലെങ്കിൽ ആത്മീയമായി മുന്നേറുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത് പോലെ തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായി പറയാം, അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, യഹോവ ഗർഭം അടച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ പെനിന്ന ആലയത്തിലേക്ക് പോകുവാൻ, ഇവർ കുടുംബമായി പുറപ്പെടുവാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഹന്നയെ വല്ലാതെ മുഷിപ്പിക്കും. പ്രിയരെ, ആത്മീയമായ ചുവടുവയ്പ്പുകൾക്കകത്ത് നിരുത്സാഹപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. ദൈവത്താൽ അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ, ദൈവിക നന്മകൾ വെളിപ്പെടുന്നത് വരെ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടായേക്കാം, പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം. അതൊരിക്കലും വിദൂരത്തിൽ നിന്നാകണമെന്നില്ല. പെനിന്ന തന്നെ ഭവനാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വിഷയങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കാത്തിരിക്കുന്ന, ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വെളിപ്പെടുന്ന ഒരു ദൈവിക മറുപടിയുണ്ട്. ഒരു പ്രോസസ്സിലൂടെ, ഒരു പ്രക്രിയയിലൂടെ, ഒരു അനുധാവനമായ ഒരു അനുഭവത്തിലൂടെ, ഒന്നിനു പുറകെ ഒന്നായി അനുധാവനം ചെയ്തു വരുന്ന ദൈവപ്രവൃത്തിയുടെ പടവുകൾ പിന്തുടർന്നു വരുന്ന ദൈവികമായ മറുപടികൾ തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ് ഹന്നയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം, ആ ഭർത്താവായിരിക്കുന്ന എൽക്കാന ചോദിക്കുകയാണ്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? 8-ാം വാക്യമാണ്, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. 2 സാഹചര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒന്ന്, പെനിന്ന ഇവളെ ദുഃഖിപ്പിക്കുന്നു. 2, എൽക്കാന ഇവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. 10 മക്കൾ നിനക്ക്
ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതല്ലയോ എൻ്റെ സാമീപ്യം എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എൽക്കാന, അത് ആ ആശ്വാസവാക്കുകൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ മനുഷ്യപുത്രന്മാരൊക്കെയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എത്ര വിരോധാഭാസം ഉൾക്കൊള്ളുന്ന ഒരു വാക്യമായി നമുക്കത് കാണാൻ കഴിയും. വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. സത്യത്തിൽ അവർ ഒരുമ്പെട്ടത് ആശ്വസിപ്പിക്കാനാണ്. എന്നാൽ ഒരു മറുപടിയിലേക്ക്, ഒരു വ്യക്തമായ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് വ്യക്തവും കൃത്യവുമായ ഒരു ഉത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എൽക്കാനയ്ക്കും കഴിയുന്നില്ല. പെനിന്ന വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഇപ്പുറത്ത് എൽക്കാന അധികം ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ വ്യസനം അവസാനിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഹന്നയുടെ ആ മാനസികാവസ്ഥ എന്നെ വളരെ ചിന്തിപ്പിക്കാനിടയായി തീർന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ട് രീതിയിലും, ഒരു വശത്ത് വ്യസനിപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന പെനിന്ന, ഇപ്പുറത്ത് ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നെങ്കിലും ആശ്വാസം നൽകുവാൻ കഴിയാത്ത, ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നെങ്കിലും ആശ്വാസം നൽകുവാൻ കഴിയാത്ത എൽക്കാന ഭർത്താവ്. എന്നാൽ ഈ സാഹചര്യത്തിന്റെ നടുവിൽ അവൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാകുന്നില്ല. അവൾ അടുത്ത ചുവട് വയ്ക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ ദൃശ്യമാധ്യമത്തിലൂടെ, ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വഴികൾ അടയുമ്പോൾ അവസാനിപ്പിക്കുന്നവർക്കല്ല, മുൻപോട്ട് മറ്റൊരു വഴി അന്വേഷിക്കുന്നവർക്കാണ് ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നത്. അവൾ പറയുകയാണ് എന്ന് ചിന്തിക്കുക, ഇനി ഞാൻ ആലയത്തിലും പോകുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല, ഇനി ശീലോവിൽ പോയിട്ട് എന്ത് കാര്യം? കാരണം ആണ്ടുതോറും ഞാൻ പോകുവാൻ തുടങ്ങുന്ന സമയത്തൊക്കെ എന്നെ മുഷിപ്പിക്കുന്ന പെനിന്നയും എന്നെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചിട്ട് എനിക്കൊരു കൈത്താങ്ങൽ തരുവാൻ കഴിയാത്ത ഭർത്താവും, ഇനി ഇതിൽ എന്താണ് ഇതിനപ്പുറം ഒരു മറുപടി ഇരിക്കുന്നത്, ഇതിനപ്പുറം എന്താണ് എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്ന് പറഞ്ഞ് ഒരു നിരാശയിലേക്ക് പോകുന്ന ഒരു ഹന്നയല്ല നമ്മളിവിടെ കാണുന്നത്. അവൾ മുന്നോട്ട് പോവുകയാണ്. അവൾ മുന്നോട്ട് പോവുകയാണ്. എവിടേക്ക്? അവൾ വീണ്ടും ശിലോവിലേക്ക് പോവുകയാണ്. എന്നാൽ ആ പ്രാവശ്യം അവൾ ശിലോവിൽ ചെല്ലുമ്പോൾ അവൾ എന്താ ചെയ്യുന്നത്? അവൾ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, മനോവ്യസനത്തോട് പ്രാർത്ഥിക്കുവാനും വളരെ കരയുവാനുമുള്ള കണ്ണുകൾ നമുക്ക് ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ ഒരു ഗ്യാരണ്ടി തരാം, ഒരു ഉറപ്പ് തരാം, മറുപടി നമ്മുടെ അടുക്കലേക്ക് വരും. ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. അത് ശുശ്രൂഷ മേഖലകളിലാകട്ടെ, അത് ജീവിത മണ്ഡലങ്ങളിലാകട്ടെ, അത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് ഭൗതിക, ആത്മീയ, ശാരീരിക വിഷയങ്ങളുള്ള ബന്ധത്തിലാകട്ടെ, ദൈവസന്നിധിയിൽ കരയുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ കൈമുതലാണെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, അതിനകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യമുണ്ട്, അതിനകത്ത് വെളിപ്പെടുന്ന മറുപടിയുണ്ട്. ഇവിടെ നോക്കുക, ഹന്ന ഒന്നാമത് ചെയ്തത്, അവൾ പിന്തിരിയുവാൻ ആഗ്രഹിച്ചില്ല, മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. മുഷിപ്പിക്കുന്ന പെനിന്നയ്ക്ക് ഹന്നയുടെ ചുവടുകളെ തടയുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവൾ ആഗ്രഹിക്കുന്ന മറുപടിയിൽ എത്തിക്കുവാൻ ദുർബലനായിരിക്കുന്ന എൽക്കാനയ്ക്ക് അവളുടെ മുൻപോട്ടുള്ള ഗമനത്തെ തടയുവാൻ കഴിഞ്ഞില്ല. അവൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് ചുവടുവെക്കുകയാണ്. ഈ വർഷവും ഞാൻ ആലയത്തിൽ പോവുകയാണ്, ഈ ആണ്ടും ഞാൻ ശിലോവിലേക്ക് പോവുകയാണ്. മുഷിപ്പിക്കുന്ന പെനിന്ന ഇടതുവശത്തുണ്ട് എന്ന് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും പ്രയോജനരഹിതമായ ആശ്വാസവാക്കുകൾ പറയുന്ന എൽക്കാന ഒരു വശത്തുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ഞാൻ ഇവിടെ ചുവടുകൾ അവസാനിപ്പിക്കുന്നില്ല. ശുഭാപ്തി വിശ്വാസത്തോടെ മുൻപോട്ട് പോവുകയാണ്. അവൾ മുൻപോട്ട് ചെല്ലുമ്പോൾ അവൾ ഒന്നാമത് ചെയ്യുന്നത് യഹോവയോട് വളരെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ വാക്യത്തിന്റെ തൊട്ടു മുമ്പുള്ള വാക്യം ശ്രദ്ധിക്കണം. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൽ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ഇനി അല്പമെങ്കിലും പ്രതീക്ഷയുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് പുരോഹിതനായ ഏലിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അദ്ദേഹമാണല്ലോ ആത്മീയതയുടെ അന്നത്തെ അവസാന വാക്ക്. മഹാപുരോഹിതനായ ഏലി അദ്ദേഹമാണല്ലോ ആത്മീയതയുടെ അവസാന വാക്ക്. എന്നാൽ
എനിക്കവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ 10ാമത്തെ വാക്യം, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ആത്മീയതയുടെ അവസാന വാക്കായിരിക്കുന്ന മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് കഥ പറയുവാനല്ല അവൾ ആഗ്രഹിച്ചത്, അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാനാണ് അവൾ ആഗ്രഹിച്ചത്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, അതിൽ തെളിവ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഹന്ന എന്ത് ചെയ്യുകയാണെന്ന് ഏലിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം ഏലിയോട് അവൾ ഈ വിഷയം ആദ്യം ചെന്നപാട് ധരിപ്പിച്ചില്ല എന്നുള്ളതാണ്. എന്തിനാണോ ആലയത്തിലേക്ക് പോയത്, ആരെ കാണുവാനാണോ ആലയത്തിലേക്ക് പോയത്? സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ആലയത്തിലേക്ക് പോകുന്നത് ആളുകളെ കാണുവാനല്ല, ആലയത്തിലേക്ക് പോകുന്നത് പ്രശ്നപരിഹാരം തരാനുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ സന്ധിക്കുവാനല്ല, ആലയത്തിലേക്ക് പോകുന്നത് യഹോവയുടെ സാന്നിധ്യം അറിയുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ആലയം എന്ന് പറയുന്നത് യഹോവയുടെ സാന്നിധ്യമാണ്. പുതിയ നിയമത്തിൽ നാം ഓരോരുത്തരും യഹോവയുടെ ആലയമാണ്. അന്ന് അവർക്ക് ആലയത്തിലേക്ക് പോകണമായിരുന്നു ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ. എന്നാൽ ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടത്ത് നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ കൊറോണ വരുത്തി വെച്ച ഈ ലോക്ക്ഡൌണും ഈ പരിമിതികളും ഈ സാമൂഹിക നിബന്ധനകളും നമ്മെ ഒത്തിരി ഉൾവലിയാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ മന്ദിരമാകിയാൽ നാം ഇരിക്കുന്നിടത്ത് നമുക്ക് ദൈവത്തോട് ഹൃദയം പകരുവാൻ കഴിയും. ആലയത്തിൽ പോകാൻ സ്വാതന്ത്ര്യം വരുമ്പോൾ നമുക്ക് ആലയത്തിൽ പോകാം. ആലയത്തിൽ പോകാനുള്ള അനുവാദം പൂർണ്ണമായി ലഭിക്കുമ്പോൾ നാം ആലയത്തിൽ പോകണം. കാരണം കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരുമിച്ച് ഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി ദൈവമക്കളുമായി ഒരുമിച്ച് സംസർഗം പുലർത്തണം. വിശുദ്ധന്മാരുടെ സംസർഗം എന്നുള്ളതും കൂട്ടായ്മ എന്നുള്ളതും പഴയ നിയമവും പുതിയ നിയമവും വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനുള്ള പരിമിതികൾ പലപ്പോഴും സാമൂഹികവും രാഷ്ട്രീയവും ദേശീയവുമായ പരിമിതികൾ, സാർവലൗകികമായ ലിമിറ്റേഷൻസ്, ഈ കൊറോണ വൈറസ് പോലെയുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ വഴി അടയുകയല്ല. നാം ആകുന്ന മന്ദിരത്തിനകത്തേക്ക് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനടുത്തേക്ക് ഹൃദയം തുറന്നിട്ട് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അത്ഭുതങ്ങൾ നമുക്ക് വീണ്ടും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തത്, അവൾ ഏലി ചോദിക്കുന്നു, എന്താണ്? ഏലി അവളോട് 14ാം വാക്യം, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? ആ വാക്യം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഏലിയുടെ അടുക്കൽ ചെന്നവളുടെ ഹൃദയം പകരുകയല്ലായിരുന്നു, യഹോവയുടെ സന്നിധിയിലാണ് അവൾ പ്രഥമമായി ഹൃദയം പകർന്നത്. ഏലി ചോദിക്കുകയാണ്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെ ആരും മനസ്സിലാക്കണമെന്നില്ല. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ഒരു ദൈവവൈതലിനെ ഒരു കാലഘട്ടത്തിൽ ആരും തിരിച്ചറിയണമെന്നില്ല. ഇത്രയും വ്യഥ അനുഭവിക്കുന്ന ഹന്നയെ തിരിച്ചറിയുവാൻ ഏലിക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് അടുത്ത 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് കാണുവാൻ കഴിയാതെ വണ്ണം മങ്ങിത്തുടങ്ങിയിരുന്നു എന്ന് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കണ്ണ് മങ്ങിത്തുടങ്ങിയിരിക്കുന്ന ഏലി ആത്മീക അന്ധത ബാധിച്ച ഒരു ചുറ്റുപാടുകളുടെ നടുവിൽ പ്രതീക്ഷിക്കുന്ന മറുപടികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ, നമ്മുടെ മനോവേദനയെ അളക്കുവാൻ കഴിയാത്ത, ആത്മദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടാത്ത ആത്മീക മണ്ഡലങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഇന്ന് കാണുമ്പോൾ ഇതിന്റെ നടുവിൽ ഒരു കാര്യം ഉറപ്പായി പറയാം, നമ്മെ കാണുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ഹന്ന എന്താ ചെയ്തത്? അവൾ ഏലിയോട് പറയുകയാണ്, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. പ്രിയരെ, യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകർന്നതുകൊണ്ട് അവൾക്ക് എന്ത് ഗുണമുണ്ടായി എന്നവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പല ആവർത്തി അവൾ ആലയത്തിൽ പോയവളാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, 7-ാം 8-ാം വാക്യങ്ങളിൽ, ആണ്ടുതോറും യഹോവയുടെ ആലയത്തിൽ പോകുന്നവളായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഒരു പക്ഷെങ്കിൽ പഴയ നിയമ പശ്ചാത്തലമാണല്ലോ. യഹോവയുടെ ആലയം എന്ന് പറഞ്ഞാൽ ശലോമോന്റെ ആലയമൊന്നും പണിതിട്ടില്ല. ദാവീദിന് കൊടുത്ത പ്രകാശന പ്രകാരമുള്ള ആലയം പണിതിട്ടില്ല. ഷീലോം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ കൂടി വന്നിരുന്ന് ഇവർ ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനത്തെ ഒരു പശ്ചാത്തലം, ഇത് ന്യായാധിപന്മാരുടെ കാലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൾ ചെയ്യുന്നത് എന്താണ്? യഹോവയുടെ സന്നിധിയിൽ അവളുടെ ഹൃദയം പകർന്നു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? എല്ലാ വർഷവും ആലയത്തിൽ പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവൾ പോയത് അവിടെ ചെന്ന് അവിടുത്തെ ആലയത്തിൽ നടക്കുന്ന ഉത്സവമോ ആ പെരുന്നാളുകളോ കണ്ടു കേട്ടു
കാര്യങ്ങൾ മനസ്സിലാക്കി പോരുന്നു എന്നുള്ളതിനപ്പുറം അവളൊന്നും ചെയ്തു കാണത്തില്ല. എന്നാൽ ആ വർഷം അവൾ ചെന്നപ്പോൾ അവൾ ചെയ്തത്, അവൾ കരയുവാനും പ്രാർത്ഥിക്കുവാനും അവളുടെ മനോവ്യസനം മനുഷ്യന്റെ മുമ്പിലല്ല, അവിടെ വരുന്ന ആരോടെങ്കിലും ഷെയർ ചെയ്യുകയല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം അവൾ പങ്കുവയ്ക്കുവാൻ തയ്യാറായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഉള്ള മറുപടി എങ്ങനെയാ സംഭവിച്ചത്? ഒരു ആണ്ട് കഴിഞ്ഞിട്ട് 20-ാം വാക്യം, 1 ശമൂവേൽ 1-ാം അധ്യായം 20-ാം വാക്യം, ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി. നമ്മുടെ കുറിവാക്യം ഓർക്കണം, നിങ്കിൽ നിന്നല്ലോ എല്ലാം വരുന്നത്, നിങ്കിൽ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ. അവിടെ വാങ്ങുക എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഹന്ന എന്ത് ചെയ്തു? ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി. എന്ത്? അപേക്ഷിച്ചു വാങ്ങി. എന്ത്? അവളുടെ ജീവിതത്തെ മുഷിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, അവളെ ആശ്വസിപ്പിക്കേണ്ട ആളിന് പോലും, അവൾക്ക് മറുപടി കൊടുക്കേണ്ട ആളിന് പോലും അവളെ സഹായിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിൽ അവൾ യഹോവയോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് ഒരു മകനെ വാങ്ങി. എന്നാൽ അതിനോടുള്ള സമീപനം അവളുടെ എന്തായിരുന്നു? ഈ മറുപടിയോടുള്ള അവളുടെ സമീപനം എന്തായിരുന്നു? അതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശത്തിന്റെ ഒരു കാതലായ ഭാഗമെന്ന് പറയുന്നത്. എന്താണ് അതിനോട്, ഈ മറുപടിയോടുള്ള അവളുടെ സമീപനം? ഈ മറുപടി അവൾ എന്തിനുപയോഗിച്ചു? അതാണ് ഇന്ന് രാത്രികാലത്തെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇവൾ ഈ മറുപടി എന്തിനുപയോഗിച്ചു? ഒന്നുകിൽ ഇവൾക്ക് പറയാം, എന്നെ മുഷിപ്പിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന പെനിന്നയ്ക്കൊരു മറുപടിയായിട്ട് ഇവനെ ഞാൻ ഏറ്റവും നല്ല മിടുക്കനാക്കി, അവൾ എവിടെ എന്നെ മുഷിപ്പിച്ചോ ആ ഭവനത്തിനകത്ത് ഞാൻ വളർത്തും, അവൾക്കൊരു മറുപടി കൊടുക്കും, ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും, ദൈവം തരുന്ന മറുപടി ഇങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു പ്രതികാര ചിന്തയോടുകൂടെ അല്ല ഹല്ലേലൂയ ഹന്ന ഈ മറുപടിയെ ഉപയോഗിച്ചത്. പലപ്പോഴും മാനുഷികമായി ജഡത്തിൽ നമുക്കുണ്ടാകുന്ന ചിന്ത ഇതാണ്, ഇന്നലകളിൽ എന്നെ മുഷിപ്പിച്ചവർക്ക്, ഇന്നലകളിൽ എന്നെ പരിഹസിച്ചവർക്ക് ഞാനൊരു മറുപടി കൊടുത്തേ അടങ്ങത്തുള്ളൂ. അത് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞു വാങ്ങി ഞാൻ പ്രാപിച്ച മറുപടിയുമായി ഞാൻ അവർക്ക് മറുപടി കൊടുക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്രിയരെ, ഒരു സത്യം മനസ്സിലാക്കൂ, ആർക്കും മറുപടി കൊടുക്കാനല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇത്ര മനഃപൂർവ്വമായി ഞങ്ങൾ നിനക്ക് ദാനം നൽകുവാൻ, വായിച്ച കുറിവാക്യം മറക്കരുത്, ഞങ്ങൾക്ക് എന്ത് പ്രാപ്തിയാണുള്ളത്? നിങ്കിൽ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ. നിങ്കിൽ നിന്ന് വാങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? നിനക്ക് തരുവാൻ വേണ്ടിയാണ്. ഈ ചരിത്രം വേദപുസ്തകത്തിൽ സൃഷ്ടിച്ച അതിമഹത്തായ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് അബ്രഹാം പക്ഷെങ്കിൽ കൊടുക്കാൻ സ്വമനസാലെ തയ്യാറാകുന്നതിന് മുമ്പേ ദൈവം ആവശ്യപ്പെടുകയായിരുന്നു. ദൈവം കാത്തിരുന്ന് കൊടുത്ത ഒരു മകനെ ദൈവം ആവശ്യപ്പെടുകയാണ്, ഞാൻ മോറിയ ദേശത്ത് ചെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ യാഗം കഴിക്കണം എന്ന് പറയുവാനിടയായി തീർന്നു. നിങ്ങൾ നിന്ന് വാങ്ങി നിനക്ക് തരിക. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പ്രഭാതത്തിൽ ഉണരുമ്പോൾ മുതൽ പ്രദോഷത്തിൽ ഹല്ലേലൂയ ഭവനത്തിലേക്ക് വന്ന വിശ്രമത്തിന് ശേഷം ഉറക്കത്തിന് വേണ്ടി കിടക്കിലേക്ക് പോകുന്നത് വരെയുള്ള ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയണം, നിങ്ങൾ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ. ഇന്ന് പകൽക്കാലത്തെ ആയുസ്, ഇന്ന് പകൽക്കാലത്തെ ആരോഗ്യം, ഇന്നത്തെ ഭക്ഷണം, ഇന്നത്തെ പാനീയം, ഇന്നത്തെ ജീവിത വഴികൾ, ഇന്നത്തെ വിദ്യാഭ്യാസം, ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ കുടുംബജീവിതം, ഇന്നത്തെ ഭൗതിക ആവശ്യങ്ങളുടെ നിറവേറലുകൾ നിങ്ങൾ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ. എന്റെ ജീവിതം ദൈവമേ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് നിന്റെ കൃപയാലാണ്. ലോകത്തെ മുഴുവൻ COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാവിപത്തിന് കാരണമായിരിക്കുന്ന ഒരു സൂക്ഷ്മാണു വിറപ്പിച്ച് എല്ലാവരെയും ഉൾത്തടങ്ങളിലേക്ക് ഒതുക്കിയിരിക്കുക. വലിയവനെയും ചെറിയവനെയും പണ്ഡിതനെയും പാണ്ഡിത്യമില്ലാത്തവനെയെല്ലാം വളരെ ഞെരുക്കങ്ങളിലേക്ക്, ആശങ്കകളിലേക്ക് എത്തിച്ച ഇതുപോലെ ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവം നൽകിയ ആരോഗ്യം, ദൈവം നൽകിയ ചുറ്റുപാടുകൾ, ദൈവം നമ്മൾ അനേക ജീവിതങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മുൻപിൽ തകർന്നു വീഴുന്നത്, നിന്ന നിൽപ്പിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നത്, കുടുംബജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സഹോദരിമാർ, കുടുംബജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സഹോദരങ്ങൾ, സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന കുഞ്ഞുങ്ങൾ,
കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ലോകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോകത്തിന്റെ ഏറ്റവും നെറുകയിൽ നിൽക്കുന്ന രാജ്യത്ത് പോലും നമ്മൾ പത്രത്തിൽ കണ്ടു, നമ്മുടെയൊക്കെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ നമ്മൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കൊറോണ വ്യാപനത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ വലിയ 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 എക്സ്കവേറ്റർ കൊണ്ട് വലിയ കുഴിയെടുത്തിട്ട് ഒന്നിനു പുറകെ ഒന്നായി ഒരു മതമേലധ്യക്ഷന്മാരുടെയോ ഒരു ആത്മീയ ശുശ്രൂഷകളുടെയോ അകമ്പടിയില്ലാതെ ഡെഡ് ബോഡികൾ കൊണ്ട് അടുക്കി വെച്ച് കുഴി മൂടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ? ഇതിന്റെ നടുവിൽ എന്തുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നു എന്ന് ദൈവത്തോട് ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കണം. എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിക്കണം. തിരികെ ദൈവത്തോട് പറയണം, കർത്താവേ, നിങ്കൽ നിന്ന് വാങ്ങി നിനക്ക് തരാൻ ഒരു ആയുസ്, നിങ്കൽ നിന്ന് വാങ്ങി തിരികെ തരാൻ ഒരു ജീവിതം, നിങ്കൽ നിന്ന് വാങ്ങി തിരികെ ഏൽപ്പിക്കാൻ എൻ്റെ ജീവിതത്തിലെ ഈ താലന്തുകൾ, ഈ വിദ്യാഭ്യാസം, ഈ ജീവിത വഴികൾ. CM അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ രാത്രികാലം ഒറ്റ ചിന്തയിൽ അധിഷ്ഠിതമാകട്ടെ നമ്മുടെ മനോമുകുരങ്ങൾ, ഒറ്റ ചിന്തയിൽ അധിഷ്ഠിതമാകട്ടെ നമ്മുടെ ജീവിത വഴികൾ. എന്തായിരിക്കണം ആ ചിന്ത? നിങ്കൽ നിന്ന് വാങ്ങി നിനക്ക് തരാൻ ഒരേ ഒരു ജീവിതം, അത് ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇതാണോ നമ്മുടെ പ്രതികരണം? ദൈവം നൽകിയിരിക്കുന്ന നന്മകളോടുള്ള ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നമുക്കുള്ള മറുപടി ഇതാണോ? നാം ഇതാണോ ദൈവത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതാണോ നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയുന്നത്? ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഇത് പറയുവാൻ കഴിയുന്നവർക്ക് ഇനിയും ചില സംഭാവനകൾ ലോകത്തിന് നൽകുവാനുണ്ട്. ഇവിടെ ഹന്ന എന്താ പറഞ്ഞത്? ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി, 20-ാം വാക്യം എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പിന്നെ അടുത്തൊരു വാചകം 22-ന്റെ അവസാന സെന്റൻസ് ഇങ്ങനെയാണ്: പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. തിരികെ അപേക്ഷിച്ചു വാങ്ങിയത്. എവിടെ അപേക്ഷിച്ചു? ആലയത്തിൽ വന്ന് അപേക്ഷിച്ചു. എവിടെ കൊടുത്തു? ആലയത്തിലേക്ക് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ദൈവത്തിന് തിരികെ നൽകുവാനുള്ളതാണ്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിക്കുവാനുള്ളതാണ്. അതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എപ്പോഴും പാട്ടും പാടിയും പ്രാർത്ഥിച്ചു മാത്രം ഇരിക്കണമെന്നല്ല. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത വഴികളും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചുവടുവെപ്പുകളും ദൈവത്തിന് തിരികെ നൽകുവാനുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസം ദൈവത്തിന് തിരികെ നൽകുവാനുള്ളതാണ്. നമ്മുടെ സമ്പത്ത് ദൈവത്തിന് തിരികെ നൽകുവാനുള്ളതാണ്. ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി പോകുന്നു. ഇതല്ലേ ഒരു മനുഷ്യജീവന്റെ ആകത്തുക, ഒരു മനുഷ്യജീവിതത്തിന്റെ ആകത്തുക. ഇതിനിടയ്ക്ക് ജീവിക്കുവാൻ കിട്ടുന്ന സമയങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രൊഫസർ VV അച്ചൻകുഞ്ഞ് എന്ന് പറയുന്ന ദൈവദാസൻ, ഹല്ലേലൂയ, ICPF-ന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. 36-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോയ ആ ദൈവഭൃത്യൻ. ഞാൻ തിരുവല്ല മർത്തമ കോളേജിൽ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് പൊടുന്നനവെ അദ്ദേഹം ഹൃദയസ്തംഭനം പോലെ മരിക്കുന്ന ആ സന്ദർഭം. എന്നാൽ അദ്ദേഹം പോകുന്നതിന് മുമ്പേ ഇങ്ങനെ എഴുതി വെച്ചു, ഹല്ലേലൂയ, നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം രണ്ട് തീയതികൾക്കിടയിലുള്ള ഒരു ചെറിയ വര അല്ലേ? നമ്മുടെ മരിച്ചു കഴിയുമ്പോൾ ഈ സെമിത്തേരിയിലൊക്കെ എഴുതി വെക്കുന്നത് ഇന്ന വർഷം ജനിച്ചു, ഇന്ന വർഷം മരിച്ചു. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ വര, അതിൻ്റെ ദൈർഘ്യമല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ പ്രയത്നിച്ചാലും, എന്തെല്ലാം വിദ്യാഭ്യാസം നേടിയാലും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും, ഒന്നു മാത്രമേ കർത്താവിനോട് പറയാനുള്ളൂ: നിങ്കിൽ നിന്ന് വാങ്ങി നിനക്ക് തരാൻ മാത്രം. ഞാൻ എൻ്റെ വാക്കുകളെ അതിൻ്റെ സമാപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, കർത്താവിങ്കിൽ നിന്ന് വാങ്ങി കർത്താവിന് തിരികെ കൊടുക്കുവാനാണോ ഈ ജീവിതം, ഈ വിദ്യാഭ്യാസം, ഈ ആരോഗ്യം, ഈ സമ്പത്ത്, ഈ ഭവനം, ഈ വീട്, ഈ മക്കൾ, ഈ കുടുംബജീവിതം, ഈ ഭാര്യ, ഈ ഭർത്താവ്, ഈ ജീവിത വഴികളെല്ലാം കർത്താവിന് തിരികെ കൊടുക്കുവാനുള്ളതാണ്. നമ്മുടേതെന്ന് അവകാശപ്പെടുവാൻ നമുക്കൊന്നുമില്ല. അവൾ എന്ത് ചെയ്തു? യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവൻ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലേക്ക് നമുക്കുള്ള നന്മകളെ, നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? അതിൻ്റെ പിന്നിൽ തികവാർന്ന ദൈവിക ഉദ്ദേശങ്ങളുടെ നിവൃത്തികൾ കാണാം. തികവാർന്ന ദൈവിക ഉദ്ദേശങ്ങളുടെ നിവൃത്തികൾ കാണാം. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ആശങ്കകളും അവ്യക്തതകളും എതിലേ പോയെന്നറിയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അവ്യക്തതകളുണ്ടല്ലോ, അവ്യക്തതകൾ, ഭാവിയെക്കുറിച്ചുള്ള അവ്യക്തതകൾ, ഭവനത്തെക്കുറിച്ചുള്ള അവ്യക്തതകൾ, തലമുറകളെക്കുറിച്ച് വ്യക്തമാകാത്ത കാര്യങ്ങൾ, എന്താണ് കർത്താവേ ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്നുള്ളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അവയുടെ മുമ്പിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തോട് പറ, കർത്താവേ, ഇത് നിനക്ക് തിരികെ തരികയാണ്, നീ എനിക്ക് തന്നു, ഇത് നിനക്ക് തിരികെ തരികയാണ്, നിന്റെ ഉദ്ദേശം ഇതിലൂടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു സത്യം മനസ്സിലാക്കാം. അബ്രഹാമിന്റെ ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങി തിരിച്ച നാളിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. എന്നാൽ ഇസ്ഹാക്കിനെ തിരികെ കൊണ്ട് ദൈവം പറഞ്ഞ സ്ഥാനത്ത് കൊണ്ട് അർപ്പിക്കുവാൻ
തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൂതൻ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്റെ മകനെ, ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. ദൈവം ചോദിക്കുന്നു, തിരികെ കൊടുക്കാൻ മടിക്കായിക കൊണ്ട് ദൈവം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം 10 അധ്യായം കഴിയുമ്പോൾ അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ ടോൺ മാറുകയാണ്, ദൈവിക വാഗ്ദത്തത്തിന്റെ ആ രൂപം മാറുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലെസ് യു അബണ്ടന്റ്ലി. ഞാൻ നിന്നെ അളവ് കൂടാതെ വണ്ണം അനുഗ്രഹിക്കുമെന്നാണ്. ഞാൻ നിനക്ക് നിർണയിക്കാൻ പറ്റാത്ത അനുഗ്രഹം. അത് സത്യമാണോ? അത് സത്യമാ. ഇന്ന് ലോകം മുഴുവൻ ആശങ്കയിലും അവ്യക്തതയിലും നിൽക്കുമ്പോഴും ഇന്നും അഭിമാനത്തോടെ തല ഉയർത്തി വളർന്നു വരുന്ന, പണിതു വരുന്ന, ഉയർന്നു വരുന്ന ഒരേ ഒരു ലോകരാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ്. എന്താ കാരണം? ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് ഒരു പൂർവ്വപിതാവിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇന്നും അതിൻ്റെ അലയൊലികൾ, അതിൻ്റെ തരംഗങ്ങൾ ലോകത്തിൽ മുൻപോട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തരംഗങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം എവിടെയാണ്? മോറിയ ദേശത്തെ ആ മലയിൽ കേട്ട ശബ്ദം. പ്രൈസ് ദി ലോർഡ്. നിങ്കിൽ നിന്ന് വാങ്ങിയതാണ്, നിനക്ക് തരാനുള്ളതാണ്, എൻ്റേതല്ല, എനിക്ക് പിടിച്ചു വെക്കുവാനുള്ളതല്ല, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതല്ല. ഈ വിദ്യാഭ്യാസം, ഈ ആരോഗ്യം, ഈ ജീവിതം, പ്രിയമുള്ള യുവജനങ്ങളെ ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾക്ക് ഒരു ജീവിത സാക്ഷ്യമായി കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിന് തിരികെ നൽകുവാൻ വേണ്ടി മാത്രം നമുക്കുള്ളതൊക്കെ ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപറ്റം ആൾക്കാർക്ക് അത്ഭുതമാകും, ഒരുപറ്റം ആൾക്കാർക്ക് അസൂയയും കണ്ണുകടിയുമായെന്നിരിക്കാം, ഒരുപറ്റം ആൾക്കാർ മാറി നിന്ന് ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം മാത്രം, നിങ്ങളുടെ ഹൃദയത്തിന്റെ സമർപ്പണമാണ് ദൈവം ഇന്ന് നോക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അവൾ, ഹല്ലേലൂയ, 24-ാം വാക്ക് ഇങ്ങനെയാണ്, അവനെ മുലക്കുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, 28-ാം വാക്യം, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് ഇങ്ങനെ പറയാം, കർത്താവേ, എനിക്കുള്ളതെല്ലാം എൻ്റേതാണെന്ന് ചിന്തിച്ചിരുന്ന സമയങ്ങൾ പാഴായിപ്പോയി. ഞാൻ ഇന്ന് രാത്രികാലം സമ്മതിക്കുന്ന കർത്താവ്, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം നിന്റേതാണ്. നിങ്ങൾ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ കർത്താവേ എന്ന് പറയുന്ന ഒരു മൊഴിമാറ്റം. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ എൻ്റേതെന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ മൊഴിമാറ്റി പറയുകയാണ്, ഇത് നിന്റേതാണ് കർത്താവേ, ഞാനിത് തിരികെ തരികയാണ് കർത്താവേ എന്ന് ആത്മാർത്ഥമായി ഹൃദയാന്തർഭാഗത്തുനിന്ന് പറയുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി ചലിക്കും. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഹല്ലേലൂയ 15 ന്യായാധിപന്മാരുടെ ചരിത്രം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നെങ്കിലും ഹല്ലേലൂയ, അവന്റെ വരവിങ്കൽ വിറച്ചെഴുന്നേൽക്കുന്ന പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒരുപോലെ അവന്റെ വരവിങ്കൽ വിറച്ചെഴുന്നേറ്റ് നിൽക്കും. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിക്കാൻ ഏതെങ്കിലും ന്യായവിധിയുടെ ദൂതുമായിട്ടാണോ നീ വരുന്നത്? ഞങ്ങൾ കണ്ടത് നിന്റെ ചെറുപ്പകാലത്ത് ഏലിയുടെ ഭവനത്തോട് പറഞ്ഞ ന്യായവിധിയുടെ വാക്കുകൾ മുതൽ ഇങ്ങോട്ട് ഒരു നിരന്തരമായി സംഭവിക്കുന്ന ദൈവിക നിവൃത്തികളെ കണ്ട് ഞങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു, പിടയ്ക്കുന്നു എന്ന് ലോകം പറയത്തക്കവണ്ണം ദൈവമുമ്പിൽ സമർപ്പിച്ച മറുപടിക്ക് പിന്നിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ നിന്ന് വാങ്ങി നിനക്ക് തരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ജീവിത വിഷയങ്ങൾക്ക് മുമ്പിൽ അത്ഭുതങ്ങളുടെ പരമ്പര തുറക്കുകയാണ്, അത്ഭുതങ്ങളുടെ ദൈവപ്രവർത്തികളുടെ പരമ്പര തുറക്കുകയാണ്. ഈ രാത്രി ആര് സമർപ്പിക്കും? കർത്താവേ, പ്രതിയോഗിക്ക് മറുപടി കൊടുക്കാനല്ല, എന്നെ സഹായിക്കാൻ കഴിയാത്ത എൻ്റെ ഭർത്താവിനെ പ്രീതിപ്പെടുത്തുവാനുമല്ല, എൻ്റെ യജമാനനെ പ്രീതിപ്പെടുത്തുവാനുമല്ല, എൻ്റെ ഓഫീസിലുള്ളവർക്ക് സംതൃപ്തി കൊടുക്കാനല്ല, എന്നെ വെല്ലുവിളിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനല്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം, എന്നെ ഏൽപ്പിച്ച വിദ്യാഭ്യാസം, എന്നെ ഏൽപ്പിച്ച കുടുംബം, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, എനിക്ക് നീ തന്ന സാഹചര്യങ്ങൾ ഞാൻ നിങ്കിൽ നിന്ന് വാങ്ങി നിനക്ക് തരികയാണ് കർത്താവേ, നിന്റെ കരങ്ങളാൽ ഉപയോഗിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു കഥ അറിയാമല്ലോ. ഒരു മുട്ടായിക്കടയിൽ ചെന്നൊരു കൊച്ചു പയ്യൻ ഹല്ലേലൂയ 1 രൂപയോ 2 രൂപയോ 5 രൂപയോ കൊടുത്തിട്ട് ഒരു കടക്കാരൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാം, നിന്റെ കൈ കൊണ്ട് വാരി എടുത്തോളാൻ പറഞ്ഞപ്പോൾ ആ മുട്ടായി കുപ്പിക്കകത്ത് കിടക്കുകയാണ്.
ഇന്നത്തെ കാലമല്ലല്ലോ, പണ്ടത്തെ കാലമല്ല, ഇങ്ങനെ പൊട്ടിച്ച് അതിനകത്ത് നിറച്ചിട്ടിരിക്കുക. അവനോട് പറഞ്ഞു എടുത്തോളാൻ. അവൻ പറഞ്ഞു വേണ്ട, അങ്കിൾ എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അവന്റെ കൈ കൊണ്ട് വാരി തന്നാൽ, ഹല്ലേലൂയ, ഇവന്റെ കൈ കൊണ്ട് വാരിയാൽ അല്പമേ വാരുവാൻ കഴിയുള്ളൂ. എന്നാൽ കടക്കാരന്റെ കയ്യിൽ നിന്ന് വാരി കൊടുത്താൽ ഏറെ വാങ്ങിക്കുവാൻ കഴിയും, ഏറെ ലഭിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടേത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. അവിടുന്ന് വിഭാഗിക്കട്ടെ. ആ അത്ഭുത ബാലനെ പോലെ, ഹല്ലേലൂയ, ആ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്ന ആ ബാലനെ പോലെ നമുക്കുള്ളത് ദൈവകരങ്ങളിൽ തിരികെ ഏൽപ്പിക്കാം. ദൈവം നമുക്ക് തന്നത് ദൈവകരങ്ങളിൽ തിരികെ ഏൽപ്പിക്കാം. എന്തുമായിക്കൊള്ളട്ടെ ജീവിത വഴികളിൽ, അത് ജോലിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതം ഒരു അത്ഭുതമാകട്ടെ. ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തികളുടെ ഒരു പരമ്പരയായി 2021 പ്രവേശിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വെറുതെ ആകാശത്ത് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ കുറെ വാക്കുകൾ പറഞ്ഞു വിടുകയല്ല. ദൈവകരങ്ങളിൽ സമർപ്പിതമായ ഒരു ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിന് തിരികെ അർപ്പിക്കുവാനുള്ള മനോഭാവത്തോടെ ചുവടെ വിളിക്കുന്നവർക്ക് വേണ്ടി ഒരത്ഭുതം ഇനിയും ദൈവകരങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, റാന്നി സെന്റർ CMന്റെ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതമായി തീരേണ്ട അനേക പ്രിയപ്പെട്ടവർ ഈ കർത്താവെ മാധ്യമത്തിലൂടെ കേൾക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന, അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ കർത്താവെ, ഹല്ലേലൂയ, തങ്ങൾക്കുള്ളതെല്ലാം, തങ്ങളുടെ ജീവിത വഴികളെല്ലാം, തങ്ങൾ നേടിയതെല്ലാം, പ്രാർത്ഥിച്ചു വാങ്ങിയതെല്ലാം, അപേക്ഷിച്ചു വാങ്ങിയതെല്ലാം, ദൈവത്തിങ്കിൽ നിന്ന് കരഗതമാക്കിയതെല്ലാം ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ് തിരികെ അർപ്പിക്കുവാനുള്ള വലിയ കൃപ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സന്ധ്യയ്ക്ക് അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, നീ ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി, ഈ ദാനത്തിനായി സ്തോത്രം, ഈ ശുശ്രൂഷകൾക്കായി സ്തോത്രം, ഈ ആത്മീയ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം, ഈ മാധ്യമങ്ങൾക്കായി സ്തോത്രം. ഇവയെല്ലാം ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റണമേ കർത്താവ്. ഇന്ന് രാത്രി വചനം കേട്ട ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മുഷിപ്പിക്കപ്പെടുന്ന, വേദനിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം എന്തെന്ന് കണ്ടെത്തി ദൈവത്താൽ ഒരുക്കപ്പെട്ട അനുഭവങ്ങളിൽ സംയമനത്തോടെ കാത്തിരുന്ന് അത്ഭുതങ്ങളെ കരഗതമാക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട CM അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ട എല്ലാവരെയും വചനത്താൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട്, പിതാവിനോട് അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.